തൃശ്ശൂരുകാരെ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു ഗതികെട്ട മനുഷ്യരാണ് ഇവര്. സുരേഷ് ഗോപി പോലത്തെ ഒരാളെ കണ്ടിട്ട് വോട്ട് ചെയ്യാൻ തോന്നിയെന്ന് നോക്കുമ്പോഴാണ് ഇതെന്തോ ഇത്. എവിടെല്ലാം ചെന്ന് കയറിയല്ലേ? ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലം പിന്നെ സ്ഥിരം പോക്കുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നെല്ലാം കയറി നിരങ്ങി ഇവരുടെ എല്ലാം വോട്ട് മേടിച്ചെടുത്താണോ സംഭവിച്ചത്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കുറെ വോട്ട് കൊടുത്തു ആവോ? എങ്ങനെയോ എന്താണെങ്കിലും ജയിച്ച്. ഫസ്റ്റ് താമര വീടിന്റെ ചെളിക്കുഴി എന്ന് പറയുന്ന തൃശ്ശൂർ ആൾക്കാർ ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരായി. സാംസ്കാരിക തലസ്ഥാനവും ഈ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു BJP ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ ശശി തരൂരിനെയൊക്കെ തോറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് കളിക്കുക. എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോണേ. ഇതിനകത്തുള്ള രസം എന്ന് വെച്ചാല് ഇപ്പോ NDAക്ക് ആ പഴയ ഹോൾഡ് ഇല്ല, ഓൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇത് മനസ്സിലായി, എല്ലാവർക്കും പിടികിട്ടി. അപ്പോഴാണ് ഇവിടെ കുറെ എണ്ണം പൊട്ടന്മാരെല്ലാം കൂടെ കൂടി ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ അയ്യോ എടോ ഇനി ഒരു ടേം കൂടെ ഉള്ളത്. ഒപ്പോസിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മോദിക്ക് നല്ലൊരു ഒപ്പോസിഷൻ വരുന്നുണ്ട്. ഈ നാട്ടിൽ കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാശ് കൊടുത്ത് മേടിച്ച് കളിപ്പിക്കുന്ന പോലത്തെ പരിപാടിയൊന്നുമല്ല. ഇതിപ്പോ സുരേഷ് ഗോപിയെ എങ്ങനെ ജയിപ്പിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത പക്ഷം ഒരു എന്താ പറയുക, ഇത് എവിടെ നിന്ന് ഈ വോട്ട് വന്നേ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇച്ചിരി ബോധം വെളിവുള്ളവരൊന്നും ചെയ്യാൻ സാധ്യതയുള്ള ആളൊന്നും അല്ലത്. എന്നാൽ ബാക്കി അവിടെ നിന്നവരത്ര മോശക്കാരും അല്ല. ഒന്നാലോചിച്ച് ചോദിക്ക്. ഇവിടെ താമര വരുമ്പോൾ മിക്കവാറും കേന്ദ്രത്തിൽ താമര ആരെല്ലാം പറിച്ച് ദൂരെ കളയും. പിന്നെ അടുത്ത പ്രാവശ്യം ഇനി ഒരു ടേം വരുമ്പോഴത്തേക്കിന് കണ്ടോണം, ഇനി അടുത്ത അസംബ്ലി ഇലക്ഷന് തൂങ്ങി ആടും മിക്കവാറും എല്ലാവരോടും. ഇവിടെ കേരളം തൂക്ക് മന്ത്രിസഭ, പിന്നെ ഒരു കുറേ അഴിമതി, അലമ്പ്, കച്ചറ എല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത പാർട്ടി ആരും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഗ്യാപ്പിൽ ആര് സ്കോർ ചെയ്യുന്നോ അവർക്ക് കിട്ടും. ഇവിടെ ഞാൻ നേരത്തെ പറയത്തില്ല, ഈ BJP പ്രവർത്തകർ അധികം സംസാരിക്കാതെയോ കൂടുതൽ ഇടപെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ജയിച്ചു പോകാൻ പറ്റും. കാൻഡിഡേറ്റ് കൊള്ളാവുന്ന ഒരാളെ കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ സുരേഷ് ഗോപിയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല മണ്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ജയിച്ചെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം എന്തോ നടന്നതെന്ന്. അവിടെ നടന്ന സംഭവം എന്നാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലത്തെ ഒരു കാര്യം ഇത്രയും മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ MP ആക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിലൊക്കെ തൃശ്ശൂരുകാരെ സമ്മതിക്കണം. പിന്നെ വയനാട് രാഹുൽ ഗാന്ധി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം ആയാലും പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിന്താ ജെറോം, പിന്നെ ആ മേയർ, ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് പ്രവർത്തിച്ചാണ്ടല്ലോ വെറുത്തു പോവും ആരാണേലും. യാതൊരു അംശമില്ല. അതിനകത്ത് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ വെറുപ്പിക്കുന്ന ടൈപ്പ് ആൾക്കാരെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് മീഡിയയിലൊന്നും ഇരുത്താതെ വേണേ അവർക്കൊക്കെ സാലറി കൊടുത്ത് എവിടെയും മൂലയ്ക്ക് കുത്തിയിരുത്തും. എന്താണേലും ഇവരൊക്കെ വേണ്ടപ്പെട്ടവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലിരുത്തി അധികം പുറത്തോട്ട് ഇറക്കാതെ സൈലൻ്റായിട്ടും കൊണ്ടുപോകുന്നതാണ് നല്ലത്. അങ്ങനെ ഇരിക്കാൻ ട്രെയിൻ ചെയ്യണം. അല്ലെങ്കിൽ വെറുപ്പിച്ചിട്ട് കുറേ അങ്ങനെ നശിപ്പിക്കും ഇവർ. അതുകൂടാതെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നതൊക്കെ ഇവിടെ തീരുവാ. ഇത് ലാസ്റ്റ് ടേം അതിൻ്റെ. അത് മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം ആര് നല്ലൊരു കാൻഡിഡേറ്റിനെ കാണിക്കുന്നു, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ കണ്ടാൽ ഇനി വോട്ട് വീഴും. അതിപ്പോൾ കോൺഗ്രസിന് ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത്രയും ഫേവറബിൾ ആകുന്നതിന് കാരണങ്ങളിൽ ഒന്ന് അതൊക്കെ തന്നെയാണ്. കൂടുതൽ അത് അത്ര അലമ്പില്ലാത്ത ആൾക്കാരെ കാണിച്ച്. പക്ഷെ മറ്റേ പരിപാടി വരുമ്പോൾ ഇങ്ങനെ അല്ല, ഉള്ള വാഹനങ്ങളെല്ലാം വരും എല്ലാ പാർട്ടിയിൽ നിന്നും. ഇനി ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ കുറച്ച് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നാലേ കാര്യം ഉണ്ടാകത്തുള്ളൂ തോന്നുന്നത്. കാരണം ഒരു ന്യൂ ജനറേഷൻ, ഒരു വലിയൊരു എന്താ പറയണ്ടേ, ഒരു സമൂഹം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞേക്കുന്നവന്മാരും ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ 18 വയസ്സ് തികയുന്ന സമയത്ത് 50-60 വയസ്സുള്ള കുറേ എണ്ണം തട്ടിപ്പോയി കാണും. അവരുടെ വോട്ടും പോയി. പോരാത്തിന് പുതിയ ആൾക്കാരുടെ വോട്ട് വേണമെങ്കിൽ ആ പഴയ ആൾക്കാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇവർക്ക് വേണ്ടത് വേറെ ചിലതൊക്കെയാണ്. അപ്പോൾ പുതിയ മുഖങ്ങൾ വരണം, അല്ലാതെ നടക്കത്തൊന്നുമില്ല. അതിപ്പോൾ BJPക്ക് ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റിനാണെങ്കിലും അതേ നടക്കത്തുള്ളൂ. അപ്പോൾ ആരിതെടുക്കുന്നോ അവർക്ക് കൊള്ളാം. പുതിയ പരിപാടികൾ കാണണം. പിന്നെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ നമ്പറുകൾ കൂട്ടരുത്. അതായത് ഈ പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞാൽ മതിയില്ല, ഇവിടെ ഓരോ മാറ്റങ്ങൾ ഭയങ്കര വേണ്ട സംഭവം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹസനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരങ്ങ് തീരുമാനിക്കും. ഇതിപ്പോൾ പഴയതുപോലെ ആർക്കും പാർട്ടി വേണം അല്ലെങ്കിൽ എനിക്കൊരു പാർട്ടി വേണം എന്നുള്ള ഉദ്ദേശമൊന്നും ആൾക്കാർക്ക് ഇല്ല. അല്ല ഇന്ന പാർട്ടി ജയിക്കാവുന്നില്ല. അവരവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടെ വലിയ പ്രഹസനങ്ങൾ, അഴിമതി, അക്രമം, ബലാത്സംഗം, പീഡനം ഇതൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ വലിയ അലമ്പില്ലാതെ പോകണം. സംസാരിക്കും ഇച്ചിരി വിവരമുള്ളവരാണെന്ന് തോന്നണം. അല്ലാതെ പക്ഷേ ശശി തരൂരിന് കിട്ടിയ പണി കേട്ടോ. അയ്യോ, അങ്ങനെ ഒരു മനുഷ്യനെയൊക്കെ തോൽപ്പിക്കാൻ തോന്നുന്നത് ഭയങ്കരം തന്നെ. കേരളം എങ്ങോട്ടാണോ എന്തോ. പക്ഷെ എന്നാലും സുരേഷ് ഗോപിയുടെ ഈ വൻ പരാജയം അല്ല വിജയം, ഞാൻ ഓർത്ത് ഈ ആൾക്കാർക്ക് ഏറ്റവും കുറച്ച് ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നത്. കാരണം അത്രയും വെറുപ്പിച്ചിട്ടുണ്ടെന്നേ. എന്തൊക്കെ അലമ്പാന്നു. എന്നിട്ടും ഇവർ ഈ തൃശ്ശൂരുകാർ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കണമല്ലോ അവരെ. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഈ വോട്ട്? ഇത്രയും കച്ചറ അവതരിപ്പിക്കുന്ന ഒരാളെ ഇനി
അലമ്പുണ്ടാക്കാതിരുന്നാൽ മതി. അവിടെ കിടന്ന് തുള്ളിച്ചാടുക മതിക്കാതിരുന്നാൽ മതി. ഇനിയുള്ള അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കാണാം എല്ലായിടത്തും. പള്ളി പെരുന്നാൾ, അമ്പലത്തിൽ ഉത്സവം, ഇത് മെയിൻ. പിന്നെ വേറെ കാര്യമുണ്ട്, പാർട്ടി സ്വാധീനമുള്ളിടത്തു നിന്നൊക്കെയാണ് കൂടുതൽ വോട്ട് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ? LDFന്റെ കോട്ടകളിൽ എങ്ങനെ BJPക്ക് വോട്ട്? ആരെ രക്ഷിക്കാൻ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ആരാ ചോദിച്ചെന്ന് എനിക്കറിയില്ല, ആരോ. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ തൃശ്ശൂർ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെ അങ്ങനെ ഈ നമ്മളിപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴത്തേന് ഇതെല്ലാം മാറുകയും ചെയ്യും. ട്രെൻഡ് അങ്ങ് മാറും. ഇത് നേരെ തിരിയും. എന്തോ കണ്ടിട്ടാണോ എന്തോ. എന്താണെങ്കിലും ആ NDAയുടെ മെജോറിറ്റി കുറയുന്നത് വലിയൊരു സൂചന തന്നെയാണ്. വളരെ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇനി അത് കഴിയാറുമായെന്നേ, ഒരു ട്രെൻഡ് കഴിഞ്ഞ് വരുക. ഇനി വേറെ വല്ലതും കൊണ്ട് വരുമ്പോഴേ എല്ലാത്തിനും ഇതിന് ഒപ്പോസിഷനും ഭയങ്കര സ്ട്രോങ് ആയിപ്പോൾ. എല്ലാവർക്കും ഒരു വിരോധമുണ്ട്. മോഡിയോടുള്ള വിരോധം സൈലൻ്റായിട്ട് പിണറായി വിജയനോടുള്ള വിരോധം പോലെ തന്നെയാണ്. മനസ്സിലായോ? അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും ഒരു കുറേ വർഷം കഴിയുമ്പോൾ മടുക്കും ആളുകൾക്ക്. വേറെ വേണം, പുതിയത് വേണമെന്ന് പറയത്തില്ല. അപ്പോൾ പുതിയത് കാണിക്കുന്നില്ലൊന്നും. പിന്നെയും പുള്ളി ഈ അമ്പലത്തിലും മറ്റേ പാറപ്പുറത്തൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മതിയാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ സെയിം നമ്പർ കാണിക്കത്തില്ല. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം മൊത്തത്തിൽ ഇല്ലിപ്പോൾ. എല്ലാം കോർപ്പറേറ്റ്സിൻ്റെ കയ്യിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് പൊളിറ്റിക്കൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫുള്ളി പൊളിറ്റിക്കലല്ല, പകുതി കോർപ്പറേറ്റും പകുതി പൊളിറ്റീഷ്യൻസും. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം ഇപ്പോൾ ഏകദേശം ഒരു 50% പോലും ഉണ്ടോയെന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു മോഡി എത്രത്തോളം രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ആരാണ്? അതോ വലിയ ഏതെങ്കിലും കമ്പനികളുടെ മറ്റേ CEO വല്ലതും ആണോ ആവോ? ആർക്കറിയാം ആരാ ഇവരൊക്കെയെന്ന്. എന്താണേലും ഈ സംഭവം കൊള്ളാം. ഈ തൃശ്ശൂർക്കാരെ ഈ പുറത്തൊക്കെ ഉള്ള തൃശ്ശൂരുകാരും തൃശ്ശൂരിൽ നിന്നാന്നൊക്കെ ഇനി ആൾക്കാർ പറയുമ്പോൾ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ പോകുന്ന ഇതൊക്കെ ആയിരിക്കും. നാണക്കേടാ ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള തൃശ്ശൂരുകാരൊക്കെ ഓരോരുത്തരും നോക്കുന്നുണ്ട്. നീയൊക്കെ ഇതാർന്നമായിട്ട് അല്ലേ? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? തൃശ്ശൂരിൽ നിന്ന് വെളിയിലോട്ടൊക്കെ ഇപ്പോൾ എറണാകുളത്ത് കോട്ടയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ചോദിക്കത്തില്ല നിങ്ങളവിടെ മറ്റേ പുള്ളിയല്ലേ എന്ന് ചോദിക്കും. ഭരിക്കുക നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്താണ് ചെയ്യിപ്പിച്ചത്? ശരിക്കും നാണക്കേടായി പോയിട്ടോ. തൃശ്ശൂരുകാർക്ക് മൊത്തത്തിൽ നാണക്കേട്. സാംസ്കാരിക കേരളം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് സംസ്കാരം ഉണ്ടോ ആവോ? സുരേഷ് ഗോപി ജയിച്ചെന്ന് കൊള്ളാം. എന്ത് ചെയ്തിട്ടാണേലും സാധാരണക്കാരായ മനുഷ്യരൊന്നും അവിടെ ഇല്ലേ? എല്ലാവർക്കും എന്തോ ബന്ധമുണ്ടോ പാർട്ടിയായിട്ട്? അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുമോ? പൂർണ്ണം പിടിവുള്ളവർ സെലക്ട് ചെയ്യാൻ പാടുള്ളൊരു മനുഷ്യനായി സുരേഷ് ഗോപി. എൻ്റെ അറിവിൽ അങ്ങനെ തോന്നിയേക്കുന്നത്. കാരണം ഇപ്പം ശശി തരൂരിനെ അവർ ടൈറ്റ് ആയത് കണ്ടില്ലേ? അതെന്തിനാ? നേരെ തിരിച്ച ഇവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. വിവരം വിദ്യാഭ്യാസം ഉള്ളവനൊന്നും വേണ്ട. അല്ലാതെ ചുമ്മാ വെളിവുകേടും കാണിച്ച് ഓരോ വിവരക്കേട് കാണിച്ച് നടക്കുന്ന അന്ധവിശ്വാസികളെയും അമ്പലം നിരങ്ങികളെയൊക്കെയാ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. എന്തൊരു ഗതികേടായിരിക്കും. തൃശ്ശൂരുള്ളവർക്ക് ഇങ്ങനെയുള്ളവരാണ് മൊത്തം. തിരുവനന്തപുരം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സോ ഈ രണ്ട് ടീമിനെ എന്ത് ചെയ്യും? അവിടെ ഉള്ളവർക്ക് ഇനി എന്ത് ബോധവൽക്കരണം വേണ്ടേ? എന്ത് മനസ്സിലാവാത്തത്? വർഗീയത കൊണ്ടാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ലേ സുരേഷ് ഗോപിക്ക് ഒരു ക്വാളിറ്റി ഒന്നുമില്ല. അതിനുള്ള ക്വാളിറ്റി ഉള്ള ആളൊന്നും അല്ല. ഇനിയിപ്പോൾ കാണിച്ചു കൊടുത്താണോ? ഞാൻ ഇതിനു മുമ്പ് പുള്ളി MP ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ഇലക്ഷൻ മത്സരിച്ച് ജയിക്കുന്ന ആദ്യമായിട്ടാണേ ഉള്ളൂ. ഇനി പാർലമെന്റിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോ വരും. അവിടെ പോയി ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നതൊക്കെ എല്ലാം എന്തെങ്കിലും വിട്ടിത്തരൊക്കെ വിളിച്ച് പറയും. അത് വേണം, ഇത് വേണം, മുല്ലപ്പെരിയാർ വേണം. ഇപ്പം മുല്ലപ്പെരിയാർ നന്നാക്കാൻ പോകാന്ന് പറയുന്നതായിട്ട് സുരേഷ് ഗോപി. എന്തെങ്കിലും ഒരു ഡ്രാമ കാണിച്ചാൽ BJPക്ക് ഇനി സീറ്റ് കിട്ടാൻ ചാൻസ് എന്നാലും കുറവാണ്. കാരണം മൊത്തത്തിലുള്ള ട്രെൻഡ് മാറി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഉറപ്പാണ്. BJPയുടെ കാര്യത്തിലായാലും തീരുമാനമായിക്കൊണ്ടിരിക്കുക. ആയാലും ഇന്ത്യ കൊള്ളാം. ഇന്ത്യ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇനി ഒരു കലാപം കൂടെ ഉള്ളൂ. ബോംബെയിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു കലാപം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വല്ല പുൽവാമയെ കണ്ടില്ല കഴിഞ്ഞ ദിവസം? എന്തിനാണെന്ന് അറിയത്തില്ല. എവിടുന്നാ തീവ്രവാദി വന്നതെന്ന് ഒരു പിടിയില്ല. എന്തൊക്കെയോ നടന്നു ആ ഗ്യാപ്പിൽ. ഇനിയിപ്പോൾ ഒരു കലാപത്തിൻ്റെ സാധ്യതയുണ്ട് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ കുറേ പേരെ ചുമ്മാ കൂട്ടത്തോടെ കൊല്ലത്തുള്ളൂ. അല്ലാതെ ചെറിയ അവിടെ ഇവിടെയുള്ള കൊലപാതകങ്ങൾ നഷ്ടമാണേ കമ്പനിക്ക്. ഇതാകുമ്പോൾ ആരാ എന്താണെന്ന് അറിയാത്ത കുറേ ഒരു മാസ് സംഭവം നടക്കാമെങ്കിൽ വേറൊരു പിന്നെയും കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കുറച്ചുകൂടി ഭിന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇനി അതൊക്കെ ഉള്ളൂ. മറ്റേ അമ്പലം പണിയാലും പരിപാടിയൊക്കെ കൂടെ ആയപ്പോഴത്തേക്കിന് ഏകദേശം ട്രെൻഡ് മാറുന്ന കണ്ടോ? അതൊന്നും പോരാ. നമുക്കാവശ്യം മറ്റേ കലാപമാണ്. ഗുജറാത്ത് കലാപം പോലത്തെ ഒരു കലാപം. ഇനി അടുത്തത് എവിടെ? അത് ബോംബെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഉറപ്പാണ് ബോംബെയിൽ പണ്ട് നടന്ന പോലെ ഒരു ചെറിയ സാധനമൊക്കെ നടത്തി കുറേ മനുഷ്യരെ കൊന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ ആളുകളൊക്കെ വരും. മോനെ കൊള്ളാം, ഞങ്ങളിതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊക്കെ ചെയ്യണ്ടേന്ന്. അപ്പോൾ വോട്ട് തരാം. അങ്ങനെയൊക്കെ ആയിരിക്കും. കേരളത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ സുരേഷ് ഗോപി. അത് ഈ പ്രാവശ്യം എന്തിൻ്റെ പേരിലാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല. വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്.
എന്തായിരിക്കും സംഭവിച്ച? കന്യാമറിയാണോ, അല്ല ക്രൗൺ വെച്ച മറിയത്തിന്റെ ആണോ, അതോ നോയമ്പ് വീടിയപ്പോ ചെന്ന് തിന്ന പരിപ്പൂടയുടെ ആണോ, അതോ ഇനി ശബരിമലയുടെ ആണോ? ഒരു കൺഫ്യൂഷൻ ഏതായാലും ഉണ്ട്. ഇന്നത്തെ ആരാ കൂടുതൽ സഹകരിച്ചെന്നുള്ള മനസ്സിലായത്? ക്രിസ്ത്യാനികളാണോ, മുസ്ലിങ്ങളാണോ, ഹിന്ദുക്കളാണോ, അതോ വേറെ ഏതെങ്കിലും വകുപ്പിലുള്ളവരാണോ, കമ്മ്യൂണിസ്റ്റുകാരാണോ, കോൺഗ്രസ്സുകാരാണോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ? അയ്യോ, ഭയങ്കരം തന്നെ. ചരിത്ര വിജയം എന്നൊക്കെയാ പറയുന്നത്. ശരിയാ, അതൊരു വലിയ സംഭവം തന്നെ ആയിപ്പോയി. തൃശ്ശൂരുകാരെ നിങ്ങൾ കൊള്ളാം. എന്താണേലും തൃശ്ശൂർ ഭാഗത്തോടൊക്കെ പോകുമ്പോൾ ഇനി സൂക്ഷിച്ചു പോകണമല്ലോ. ഇതെല്ലാം ഇതുപോലത്തെ ആൾക്കാർ അവിടെ ഉള്ളത്. അയ്യോ, എന്തോ ചെയ്യും? തൃശ്ശൂരുകാർക്ക് ഇങ്ങനെയുള്ളവരാണോ? എങ്ങനെ ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് എങ്ങനെയാ? അവരിങ്ങനെയൊക്കെ ചെയ്ത് കളയും. അല്ല, ശരിക്കും തൃശ്ശൂരുകാർ ശരിയല്ലോ കേട്ടോ. എന്തോ കുഴപ്പമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ തോന്നുന്നത്. അവർക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എവിടെയോ. എല്ലാം ഇങ്ങനെ വരത്തില്ല. പിന്നെ ബാക്കി മത്സരിച്ച് രണ്ടുപേരും ഏകദേശം തുല്യശക്തിക്കാരും ഒക്കെ തന്നെ ആയിരുന്നു. അത്ര മോശക്കാരെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ ഒന്നും ആരും പ്രതീക്ഷിച്ചൊന്നുമല്ല. അത് നൈസായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാ. കൂടുതൽ ക്യാമ്പയിനിങ്ങും ബഹളവും എല്ലാം നടത്തിയിട്ടുണ്ട്. വർക്ക് നല്ലപോലെ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ. പക്ഷെ എന്നാൽ പോയി ഒരു ബോധം ഉണ്ടല്ലോ ഒരു മനുഷ്യന്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പലർക്കും ഒരു വ്യക്തിപരമായ ഒരു തലയ്ക്കകത്ത് ചില സാധനങ്ങൾ ഉണ്ടാവണമല്ലോ. അതുള്ള മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പണി തൃശ്ശൂരിലുള്ള ഭൂരിപക്ഷം ജനം ചെയ്തിട്ട് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കുന്നു. അതെന്താ അത്? അയ്യേ, എനിക്കിത് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു. ഒരു എന്തുവാ അത്രയും വെറുപ്പിച്ചേക്കുവാന്ന് പുള്ളി. കൂടുതൽ വെറുപ്പിച്ച വോട്ട് കിട്ടുമോ? ആർക്കറിയാം എന്താ നടക്കുക, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് പിന്നെ അറിയാം. അതൊക്കെ ആയിരിക്കും അതിനകത്തൊരു കാരണം കേട്ടോ. കാശ് കൊണ്ടു ഇറക്കി കാണും കുറെ. സുരേന്ദ്രൻ മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഹെലികോപ്റ്റർ യാത്ര പോലത്തെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് കുറെ കാശ് കളഞ്ഞല്ലാതെ സുരേഷ് ഗോപി കൊടുത്ത പൈസയൊക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫണ്ടേ, ഇലക്ഷന് വരുന്ന ഫണ്ട് മറ്റേ പുള്ളി അത്ര യൂട്ടിലൈസ് ചെയ്തില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ വാർത്തകളൊക്കെ ഇങ്ങനെ ഹിന്ദിയിലും തമിഴിലും ഉള്ള ന്യൂസ് ചാനലിലൊക്കെ വരും. നാഷണൽ അറ്റൻഷൻ കിട്ടുന്ന ഒരാളാണ് എന്തൊക്കെ പറഞ്ഞാലും. നാഷണൽ മീഡിയ ഒക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തൃശ്ശൂർ എന്താണെന്നാ നോക്കുന്നത്. ഇപ്പം ഇനി തൃശ്ശൂരിലോട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. ഓൾ ഐസ് ടു തൃശ്ശൂർ. റഫ മാറ്റി. ഇപ്പോൾ റഫയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ റഫേനൊന്നും പറയത്തില്ലായിരുന്നു. നോക്കൂ, ബത്തക്കയൊക്കെ പോയി. ഇനി എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക്. തിരുവനന്തപുരമൊക്കെ എന്തായോ എന്തോ. തിരുവനന്തപുരം ഒരു നാച്ചുറലുള്ള സ്ഥലമാണ് അല്ലേ? അയ്യോ, എന്നാലും ആ തൃശ്ശൂരുകാരെ പറ്റി ആലോചിക്കുമ്പോൾ തൃശ്ശൂരുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എനിക്ക്? ഉണ്ട്. അവരൊക്കെ ഇങ്ങനെയുള്ളവരാണോ? ഷോ, തൃശ്ശൂരുള്ളവരെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ല, അവരെ ശ്രദ്ധിക്കേണ്ട ആളുകളായി മാറിയേക്കോ തൃശ്ശൂരുള്ള ആൾക്കാർ. കാരണം അവരിങ്ങനെയുള്ള ഒരു ഇലക്ഷൻ നടത്തിയിരിക്കുന്നത്, അവർ എലക്ട് ചെയ്തേക്കുന്ന ആളെ നോക്ക്. ഭയങ്കരം.